ജനഗണമനൊക്കെ നിൽക്കുന്നോ? കൈവോക്കടെ അങ്ങോട്ട്. നമ്മളിത് ചെയ്യാതെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നാലും ടയർഡ് എന്ന് പറഞ്ഞാൽ നമ്മള് വലിയ. അപ്പൊ ഈ പറ്റങ്ങളൊക്കെ പറയും നീ ഒന്നും മേലാണെങ്കിൽ ചെയ്തുകൂടെ, നിനക്ക് തീരെ ആരോഗ്യമില്ലെന്ന്. എന്തോ ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും നോക്കി കഴിഞ്ഞാൽ നല്ല രസ വയറ് കാണാം, ശരിക്കും ഗർഭിണിയെ പോലെ ഉണ്ട്. നിനക്ക് ശരിക്കും ഗർഭിണി കള്ളത്തരോ? ഇത് ഒറിജിനലി ഗർഭിണിയാ, അത് മറക്കരുത്. ഉരുണ്ടിരിക്കുക ഫുട്ബോൾ കണക്ക്. കണ്ണാടി നോക്കുമ്പോ ചക്ക പോലെ ഇരിക്കുന്നു. അതൊക്കെ മാറും, പ്രസവം കഴിയുമ്പോ നീ അങ്ങോട്ട് സെക്സി ആവത്തില്ലയോ? സ്റ്റഡി ഇവിടെ ഷേപ്പും പോയി, ബോഡിയും പോയി, എല്ലാം വരും. കൊച്ചു വരുമ്പോ ഇതെല്ലാം മാറത്തില്ല, സന്തോഷമാവത്തില്ലയോ? വയറ്റിൽ കിടന്ന് കൊച്ചു എന്ത് ചെയ്യായിരിക്കും? ഇപ്പൊ വയറ്റിൽ കിടന്ന് കൊച്ചു ഡാൻസ് കളിക്കുമായിരിക്കും. നീ ചെയ്യങ്ങോട്ട് 2 kg എടുക്കാം. വേണ്ട, തൽക്കാലം 1 kg സ്റ്റാർട്ട് ചെയ്താൽ മതി മോള് കേട്ടോ. എന്നിട്ട് ഞാൻ 2 kg തരാം. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുന്നു, മുട്ടിങ്ങനെ പൊക്കുന്നു. 1. എനിക്ക് നീ ഇത്രയും ശരീരം അനങ്ങിയാൽ മതി. ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ നിന്നെ നോക്കത്തുള്ളൂ. നിന്നെ പണ്ടത്തെ പോലെ ചീത്ത പറയത്തൊന്നുമില്ല. തൊടവേദനയായിരിക്കോ? ഇല്ല. എന്തോടി? ചിലരുടെ ഒക്കെ മൂക്കിന്റെ ഒക്കെ ഷേപ്പ് മാറും. അതെനിക്കറിയത്തില്ല. നിന്റെ മൂക്കിന്റെ ഷേപ്പ് മാറെങ്കിൽ നിന്നെ കൊണ കൊണ്ടായിരിക്കും. എന്താ സ്വപ്നം കണ്ടെന്നറിയോ? ഞാൻ ഇവിടെ ഇരിക്കുക, നീയും ഉണ്ട് ഞാനും ഉണ്ട്, ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് നീ ഒരു കാര്യം എന്നെ ഇങ്ങനെ അടിക്കും. നിന്റെ ചെവുക്കല്ലേ ഞാൻ അടിച്ചോ? കൊണം കൊണ്ടിട്ടായിരിക്കും. ഞാൻ ഇതുവരെ കൈ പൊക്കിയിട്ടില്ല, പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ. അന്നേരം ഞാൻ മറ്റേ കുറച്ചുകൂടെ വയറുണ്ട്, അപ്പൊ ആ ഡെസ്കിന്റെ മുകളിൽ ഞാൻ കേറിയിട്ട് അപ്പഴേ നിന്നെ തിരിച്ചടിക്കുന്നു. അല്ല പിന്നെ നീ ആരുടെ എന്നെ അടിക്കാന്നും ചോദിച്ചിട്ട് ഞാൻ കണ്ണു തുറന്ന്, അന്നേരം നീ ഉറക്കത്തിൽ കൈയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്റെ മനസ്സിൽ മൊത്തത്തില് അടിച്ചതായിരുന്നു. എന്റെ മനസ്സിൽ അപ്പഴേ മര്യാദ കൈയെടുത്ത് പോവാൻ. ഗ്യാസും പോയത് തന്നെ വലിയൊരു സമാധാനം. ഗ്യാസും ഇല്ലയോ? അതാ ഈ സമയത്ത് ഏറ്റവും വലിയ വള്ളിയെന്ന് തോന്നുന്നു. അതിങ്ങനെ വെക്കുന്നു, ഇവിടെ പിടിച്ചോ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ കൈ പിടിച്ചിട്ട് 1 ജസ്റ്റ് ഇങ്ങനെ പോകുന്നു. പതുക്കെ കാല് കണ്ടില്ല, ഫ്രണ്ട് കണ്ടില്ല. വലത്തെ കാലെടുത്ത് പോയി പോട്ടെ. ഇതല്ലേ വലത്തത്? അതന്നെ വലത്. നിനക്ക് വലത് ഇടതും അറിയത്തില്ലല്ലോ. പോട്ടെ, സോറി. 1. നീ അനങ്ങിയില്ലെങ്കിൽ കൊച്ചിന് ആരോഗ്യം കാണത്തില്ല, നിനക്ക് ആരോഗ്യം കാണത്തില്ലെന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ എന്റെ. നിനക്ക് അന്നും ഇന്ന് ഒരു വ്യത്യാസമില്ല, തന്നെ നാക്കില്ല. ചെയ് അതിന് മാത്രം ദൈവം തമ്മിൽ ആരോഗ്യം കൂട്ടി തരട്ടെ. പുലി വരുന്നേ എന്ന് പറഞ്ഞ് ഇവള് ഉള്ളതായിട്ട് വയ്യെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊക്കെ പിറകിലോട്ടല്ല മുന്നോട്ട് നടക്കുന്നത്. എനിക്കറിയാം. 6 കാലറി ബേൺ ചെയ്യണം, ഇത്രയും നേരം നടക്കണം. നേരെ മറിച്ച് ഒരു സമൂസ, ഒരു പഴംപൊരി കഴിച്ചാൽ 250 കാലറി കയറുകയും ചെയ്യും. കേറുന്ന പോലെ ഇറങ്ങത്തില്ല. അതിന് ഇച്ചിരി കഷ്ടപ്പെടണം. വെൽ ഡൺ റമി. 2ാമത്തെ ദിവസം അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്റെ ടിക്കറ്റ് മുട്ടായി തരാം. കുറച്ച് നേരം